വാർത്തകൾ വിശദമായി. നോട്ട് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി രാഷ്ട്രപതി പ്രണബ് മുഖർജി രംഗത്ത്. നടപടി രാജ്യത്ത് താൽക്കാലിക സാമ്പത്തിക മാന്ദ്യമുണ്ടാക്കി. പാവപ്പെട്ടവർ ദുരിതത്തിലാണെന്നും പ്രണബ് മുഖർജി വ്യക്തമാക്കി. രാഷ്ട്രപതി ഭവനിൽ നടന്ന ഗവർണർമാരുടെയും ലഫ്റ്റനന്റ് ഗവർണർമാരുടെയും യോഗത്തിലാണ് പ്രണബ് മുഖർജി നോട്ടുമാറ്റത്തിൽ വിമർശനമുന്നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നടപടി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിച്ചു. താൽക്കാലികമായെങ്കിലും സാമ്പത്തിക മാന്ദ്യത്തിലാണ് രാജ്യം. പാവപ്പെട്ടവർ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അവരുടെ ഉന്നമനത്തിന് അടിയന്തരമായി കേന്ദ്ര സർക്കാർ ശ്രദ്ധ നൽകണം. ദുരിതം തീരാൻ അവർ വളരെക്കാലം കാത്തിരിക്കുമെന്ന് കരുതരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതാദ്യമായാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി നോട്ടുമാറ്റ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അതേസമയം കള്ളപ്പണം പിടികൂടാൻ കഴിഞ്ഞെന്നും അഴിമതി നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം രാഷ്ട്രപതി പ്രസംഗത്തിൽ അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കള്ളപ്പണം കണ്ടെത്തുന്നതിനായുള്ള നോട്ട് അസാധുവാക്കൽ ഫലം കാണാതെ തകർന്നതായി കണക്കുകൾ. അസാധുവാക്കിയ 500,000 നോട്ടുകളുടെ 97% ബാങ്കുകളിൽ തിരിച്ചെത്തി. നോട്ട് അസാധുവാക്കലിലൂടെ 5 ലക്ഷം കോടിയുടെ കള്ളപ്പണം കണ്ടെത്താനാകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം ഇതോടെ പൊളിഞ്ഞു. രാജ്യത്തെ കള്ളപ്പണം പിടികൂടാനെന്ന പേരിലാണ് നവംബർ 8-ന് നോട്ടുമാറ്റം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ റിസർവ് ബാങ്കും ബ്ലൂംബർഗ് എന്ന സാമ്പത്തിക മാധ്യമവും പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഈ അവകാശവാദം തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. നവംബർ 8-ന് അർദ്ധരാത്രി വരെ രാജ്യത്ത് 15 ലക്ഷം കോടിയുടെ 500, 1000 നോട്ടുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. ഡിസംബർ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം ഇതിൽ 14.9 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളും ബാങ്കുകളിൽ തിരികെ എത്തി. അതായത് 97% നോട്ടുകളും അസാധുവായതു തന്നെ. ഇതിൽ 3 മുതൽ 5 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളും കള്ളപ്പണമാണെന്നും അതിനാൽ ബാങ്കിലെത്തുന്ന തുകയിൽ 30% വരെ കുറവുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പ്രതീക്ഷിച്ചത്. വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് മാർച്ച് 30 വരെ നോട്ട് മാറ്റിയെടുക്കാം. അതുകൂടി എത്തിക്കഴിഞ്ഞാൽ 100% പണവും ബാങ്കുകളിലെത്തി. ഈ കണക്കുകൾ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇപ്പോഴും ധനമന്ത്രാലയത്തിന് കഴിയുന്നില്ല. അതിനാൽ എല്ലാ ബാങ്കുകളോടും ലഭിച്ച തുക വീണ്ടും പരിശോധിക്കാൻ റിസർവ് ബാങ്ക് വഴി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര തുക ലഭിച്ചു എന്ന ചോദ്യത്തിൽ നിന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞുമാറുകയും ചെയ്തു. പുതിയ നോട്ടുകളുടെ അച്ചടി പൂർത്തിയാകാത്തതിനാൽ നിലവിലെ ബാങ്ക് നിയന്ത്രണങ്ങൾ തുടരും. ബാങ്കിലെ തുക തടസ്സം കൂടാതെ എടുക്കാനാകില്ലെന്നും വ്യക്തം. കള്ളപ്പണം പിടികൂടുമെന്ന വാക്കിൽ വിശ്വസിച്ച് സാധാരണക്കാരൻ ക്യൂവിൽ നിന്നത് മാത്രം വെറുതെയായി. കള്ളപ്പണം വെളുപ്പിക്കുന്ന പുതിയൊരു മാഫിയയ്ക്ക് നോട്ടുമാറ്റ നിരോധന പ്രഖ്യാപനം രൂപം നൽകി എന്ന വിവരങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കുവയ്ക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. CPM പോളിറ്റ് ബ്യൂറോ യോഗം തിരുവനന്തപുരത്ത് സമാപിച്ചു. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങൾക്കും PB അന്തിമ രൂപം നൽകി. കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ആരംഭിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന CPMന്റെ നേതൃയോഗങ്ങൾക്ക് പോളിറ്റ് ബ്യൂറോ യോഗത്തോടെയാണ് ആരംഭം കുറിക്കപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 5 സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നയവും പരിപാടിയും തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നത്. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ PB യോഗം വിലയിരുത്തി. നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ PB യോഗത്തിൽ നടന്നു. PB യോഗത്തിന് പിന്നാലെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഇതാദ്യമായിട്ടാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് വൻ നേട്ടം. 15 എണ്ണത്തിൽ 9 വാർഡുകൾ LDF നേടി. 2 എണ്ണത്തിൽ UDFും 3 എണ്ണത്തിൽ BJPയും ഒരിടത്ത് കേരള കോൺഗ്രസും വിജയിച്ചു. തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മികച്ച നേട്ടം. തെരഞ്ഞെടുപ്പ് നടന്ന 15 സീറ്റുകളിൽ 9 സീറ്റുകളിലും LDFന് വൻ നേട്ടം. LDF 9 സീറ്റിന് മുന്നിൽ വന്നപ്പോൾ UDFന് 2 സീറ്റും കേരള കോൺഗ്രസിന് 1 സീറ്റും BJPക്ക് 3 സീറ്റും മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. നിലവിലുള്ള 1 സീറ്റ് BJPയിൽ നിന്നും 3 എണ്ണം UDFിൽ നിന്നും LDF പിടിച്ചെടുത്താണ് നേട്ടം കൈവരിച്ചത്. UDFന് 4 സിറ്റിംഗ് സീറ്റിലും BJPക്ക് 1 സിറ്റിംഗ് സീറ്റിലും തോൽവിയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ കരകുളം ഗ്രാമപഞ്ചായത്ത് കാച്ചാണി വാർഡിൽ LDF സ്ഥാനാർത്ഥി 585 വോട്ടിന് വിജയിച്ചു. ഇവിടെ BJP 2-ാം സ്ഥാനത്തും കോൺഗ്രസ് 3-ാം സ്ഥാനത്തുമാണെത്തിയത്. കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി വാർഡിൽ BJP സീറ്റ് നിലനിർത്തി. ആലപ്പുഴ ജില്ലയിൽ 2 ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. ആലപ്പുഴയിൽ കൈനിക്കര പഞ്ചായത്ത് ചെറുകാലിക്കായൽ വാർഡ് UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്ത് തെക്കുമുറി വാർഡിൽ കേരള കോൺഗ്രസാണ് നേട്ടം കൊയ്തത്. എറണാകുളം കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ കൂവപ്പടി സൗത്ത് വാർഡ് BJP നിലനിർത്തി. പാലക്കാട് മങ്കര പഞ്ചായത്ത് 8-ാം വാർഡായ മങ്കര റെയിൽവേ സ്റ്റേഷൻ വാർഡ് UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. പാലക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ 7-ാം വാർഡ് UDF വിജയിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ 14-ാം വാർഡിലും UDF വിജയം കൈവരിച്ചു. കോഴിക്കോട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് മറിയപുരം വാർഡിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു.
കോൺഗ്രസിനെയും ലീഗിനെയും പിന്തള്ളിയാണ് തിരുവമ്പാടിയിൽ LDF നേട്ടം കൈവരിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൊട്ടമ്മൽ, ചെറുപുഴ പഞ്ചായത്ത്, രാജഗിരി, പിണറായി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വൻ നേട്ടമാണ് LDF കൈവരിച്ചത്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചതോടെ പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമാകും. കാസർഗോഡ് മീഞ്ച പഞ്ചായത്തിൽ മജിബയൽ വാർഡ് തെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് LDF പിടിച്ചെടുത്ത് വൻ നേട്ടം കൈവരിച്ചു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. എന്നാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും സത്യം പുറത്തുവരുമെന്നും ടോം ജോസ് പ്രതികരിച്ചു. കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി രേഖകളുമായി ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു ടോം ജോസ് കൊച്ചിയിലെ വിജിലൻസ് സ്പെഷ്യൽ സെൽ ആസ്ഥാനത്തെത്തിയത്. 2010 മുതലുള്ള സമ്പാദ്യം സംബന്ധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ടോം ജോസിന്റെ ഓഫീസിൽ നിന്നും വീടുകളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് വിജിലൻസ് കടന്നത്. ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. 1,19 ലക്ഷം രൂപയുടെ അനധികൃത സമ്പാദ്യം ടോം ജോസിനുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ 50 ഏക്കർ തോട്ടം, കൊച്ചിയിലെ ഫ്ളാറ്റ് തുടങ്ങിയവ ടോം ജോസ് സമ്പാദിച്ചതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ തനിക്ക് അനധികൃത സമ്പാദ്യമില്ലെന്നും നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നുമായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷമുള്ള ടോം ജോസിന്റെ പ്രതികരണം. ഞാനിവിടെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ്. അബ്സല്യൂട്ട്ലി നോട്ട് എ പ്രോബ്ലം. ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? നിശ്ചയമായിട്ടും. പ്രൊസീജിയറൽ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന നിയമപരമായിട്ടുള്ള സംഗതികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിനകത്തെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച് ആരും ഒരു ആക്ഷേപവും പറഞ്ഞിട്ടില്ല. പിന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും. ടോം ജോസിനെ വീണ്ടും വിജിലൻസ് ചോദ്യം ചെയ്തേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയമന ക്രമക്കേടിൽ മുൻ മന്ത്രി AP അനിൽകുമാറിന് പങ്കെന്ന വിജിലൻസ് കണ്ടെത്തൽ. നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തിയത് ക്രമവിരുദ്ധമായാണെന്ന് തിരുവനന്തപുരം വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനായുള്ള നിയമന ഉത്തരവുകൾ ഇറക്കിയതിലും ക്രമക്കേട് നടന്നതായാണ് വിജിലൻസ് കണ്ടെത്തൽ. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക സംഘം തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ മുൻ മന്ത്രി AP അനിൽകുമാർ നിയമന കാര്യത്തിൽ പ്രത്യേക താൽപര്യമെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട്. 2015 രൂപീകരിച്ച പട്ടികജാതി വികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ശുപാർശ നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് മറികടന്ന് മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ ഓഫീസറായിരുന്ന S. സുബ്ബയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തി. എന്നാൽ സുബ്ബയ്യ സമിതിയും നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താൻ ശുപാർശ ചെയ്തിട്ടില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ക്രമവിരുദ്ധ നടപടികൾ നടന്നിട്ടും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉത്തരവ് അംഗീകരിക്കാനുള്ള ശുപാർശ മന്ത്രിസഭാ യോഗത്തിൽ വെച്ചെന്നും റിപ്പോർട്ട് പറയുന്നു. പരാതിക്കാരനായ P. രാജീവ്. ഈ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതിനെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പട്ടികജാതി വികസന വകുപ്പ് മുൻ മന്ത്രി ശ്രീ AP അനിൽകുമാർ നിയമനങ്ങളെ സ്ഥിര നിയമനങ്ങളായി അംഗീകരിക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോയതും അത് ക്യാബിനറ്റിന് മുമ്പിൽ വെക്കുന്നതും ശ്രീ ഉമ്മൻചാണ്ടി തലവനായിട്ടുള്ള മുൻ ഗവൺമെന്റ് അതിന് അംഗീകാരം നൽകുന്നതും. അപ്പോൾ അതൊക്കെ വ്യക്തമാകുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. പാലക്കാട് വിജിലൻസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ നിയമനത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് LDF സർക്കാർ നിയമനങ്ങൾ റദ്ദാക്കി പുതിയ നിയമനം നടത്താനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന് ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ അടക്കം 4 പേരെ CBI അറസ്റ്റ് ചെയ്തു. CBI അഴിമതി വിരുദ്ധ വിഭാഗമാണ് 4 പേരെയും അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 60,000 രൂപയും പിടിച്ചെടുത്തു. കൊച്ചി ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ AK പ്രതാപ്, അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ DS യാദവ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ സുനിൽകുമാർ, കെട്ടിട നിർമ്മാണ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അനീഷ് എന്നിവരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. കെട്ടിട നിർമ്മാണ പ്രവർത്തികൾക്ക് അന്യസംസ്ഥാനക്കാരെ നിയോഗിച്ചാൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നതാണ് നിബന്ധന. എന്നാൽ ഈ നിബന്ധന പാലിക്കാതെ കെട്ടിട നിർമ്മാതാക്കൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ് പതിവ്. അത്തരത്തിൽ കൊച്ചിയിലെ കെട്ടിട നിർമ്മാതാക്കൾ ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ, അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ, എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്നിവർക്ക് കൈക്കൂലി നൽകവെയാണ് CBI പിടികൂടിയത്. കൈക്കൂലി നൽകിയ കെട്ടിട നിർമ്മാണ സ്ഥാപനത്തിലെ ജീവനക്കാരനെയും CBI അഴിമതി വിരുദ്ധ വിഭാഗം പിടികൂടി. ഉദ്യോഗസ്ഥരിൽ നിന്ന് 60,000 രൂപ പിടിച്ചെടുത്തു. ഇവരുടെ വീടുകളിലും CBI റെയ്ഡ് നടത്തി. 4 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ CBI പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇവരെ ഈ മാസം 19 വരെ റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അടുത്ത ദിവസം തന്നെ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചെറുകിട ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്ത് ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല KSERC ചെയർമാൻ TM മനോഹരൻ IFS ഉദ്ഘാടനം ചെയ്തു.
എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും ഫോറം ഫോർ പോളിസി ഡയലോഗ് ഓൺ വാട്ടർ കോൺഫ്ലിക്ട്സും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. എഴുത്തുകാരി മാധ്യമപ്രവർത്തകയുമായ ശോഭ വാര്യരുടെ ഡ്രീം ചേസേഴ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി rediff.com സ്ഥാപകൻ അജിത് ബാലകൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു. 28 സംരംഭകരുടെ ജീവിതവും വിജയഗാഥയും വിശദീകരിക്കുന്നതാണ് ഡ്രീം ചേസേഴ്സ്. യുവജനങ്ങൾക്കേറെ ഗുണകരമായ പുസ്തകമാണ് ഡ്രീം ചേസേഴ്സ് എന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ജീവിത വിജയത്തിന്റെ കഥ പറയുന്ന വാണിജ്യ താൽപര്യത്തിനൊപ്പം ജനസേവനവും കൂടി ലക്ഷ്യമിടുന്ന പുസ്തകം യുവ സംരംഭകർക്ക് ഒരു കൈപ്പുസ്തകമായി മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.